വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അധ്യായം 2 1 മുതൽ 10 വരെ വാക്യങ്ങളിലൂടെ നാം വായിക്കുമ്പോൾ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്: രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. പത്രോസ്ലീഹ പറയുകയാണ്, ഇളം പൈതങ്ങൾ എപ്രകാരം അവർ ദാഹിക്കുന്നു പാലിനു വേണ്ടി, അപ്രകാരം നാം ഓരോരുത്തരും ആത്മീയമായി വളരുന്നതിനു വേണ്ടി, രക്ഷയിലേക്ക് വളർന്നു വരുന്നതിനു വേണ്ടി പരിശുദ്ധവും ആത്മീയമായ പാലിനു വേണ്ടി ദാഹിക്കുവിൻ. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് കരയും. പാൽ അവർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, അവർ കരഞ്ഞില്ലെങ്കിൽ, വാശി പിടിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ അറിയുകയില്ല അവരുടെ വിശപ്പിനെ കുറിച്ച്. അവർ ദാഹത്തിനും ഭക്ഷണത്തിനായി അവർ കരയുമ്പോൾ അവർക്ക് ആ പാൽ ലഭിക്കുന്നത് പോലെ. ഇന്ന് പാലെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സാധാരണ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന നാം പാക്കറ്റുകളിലൂടെയും ബോട്ടിൽ ഇങ്ങനെ നാം വിവിധ സംവിധാനത്തിൽ വാങ്ങുന്നതായ പാൽ, അവ തിളപ്പിച്ച് ചായ കാപ്പി ഉണ്ടാക്കുന്നു, കുടിക്കുന്നു. ചെറുമക്കൾക്ക് ഈ പാൽ കാച്ചി അവർക്ക് കൊടുക്കുന്നു. എന്നാൽ ശാസ്ത്രലോകം ഇന്ന് പറയുന്നുണ്ട്, ആദ്യമേ അറിയിപ്പ് ഉള്ളതാണ്, എന്തെന്നാൽ ശിശുക്കൾ ആയിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കേണ്ട ആവശ്യകത കുറവാണ് എന്ന് പറയുന്നു ശാസ്ത്രം. എന്നാൽ പ്രായം തികഞ്ഞു നിൽക്കുന്ന ഓരോ മക്കൾക്കും കൈകാലുകൾ വേദന, എല്ല് തേയ്മാനം ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ്. അതിനാൽ കാൽസ്യം അടങ്ങിയ പാൽ ധാരാളമായി കുടിക്കേണ്ടത് പ്രായമായവരാണ്, ചെറു കുട്ടികൾക്കല്ല. അവർക്ക് കാൽസ്യത്തിൻ്റെ കുറവില്ല, കാൽസ്യം അവർക്ക് ധാരാളമുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ഇതേ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, ഇത് മാർക്കറ്റുകളിൽ നിന്ന് ബോട്ടിൽ കൂടിയും പാക്കറ്റിൽ ആയി നമുക്ക് ലഭിക്കുന്ന പാലുകൾ രാസപദാർത്ഥങ്ങൾ ചേർത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്, അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ അത് സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. അത് കുടിക്കുന്നത് കുറവാക്കണം എന്നെല്ലാം ശാസ്ത്രം നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പത്രോസ്ലീഹ പറയുന്ന ഈ പാലിനെ കുറിച്ച്, പൈതങ്ങളെ പോലെ ദാഹിക്കുവാൻ പറയുന്നത്, പാൽ എന്ന് പറയുന്നത് ആത്മീയമായി വളർന്നു വരുന്നതിന് പ്രാർത്ഥനാ സമൂഹങ്ങളിലുള്ള മക്കൾക്കുള്ള ശുശ്രൂഷകളെ കുറിച്ചാണ് ഈ പാൽ എന്ന് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആയതിനാൽ 6-ാം വാക്യത്തിൽ 1 പത്രോസ് 2:6 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ പാറമേൽ അവിശ്വാസികളായ മക്കൾ തട്ടി വീഴുന്നതായിട്ടാണ് പത്രോസ്ലീഹ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പ്രാർത്ഥനാ സമൂഹങ്ങളിൽ വളർന്നു വരുന്ന ഓരോ മക്കളും, ആത്മീയമായി വളർന്നു വരുന്ന മക്കൾ, ഇളം പാൽ അവർ കുടിച്ച് ശുശ്രൂഷ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനാ സമൂഹങ്ങളിൽ സാധാരണയായി ചെയ്തു വരുന്നതാണ് ജപമാല. അത് ജപമാല ഒരാൾ ചൊല്ലുന്നു, സ്തുതിപ്പുകൾ നടത്തുന്നു, മധ്യസ്ഥ പ്രാർത്ഥനകൾ ചെയ്യുന്നു, ഗാന ശുശ്രൂഷകൾ ചെയ്യുന്നു, വചന ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം
ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കൃപ ഓരോ മക്കളും അവിടെ ഉപയോഗിക്കുന്നു. എന്നാൽ ഒരുവൻ ആഗ്രഹിക്കുന്ന പ്രകാരം ആകണമെന്നില്ല. അവന് ദൈവത്തിൽ നിന്ന് ആദ്യം ലഭിക്കുന്ന കൃപയായ താലന്തായ ഓരോ അനുഗ്രഹങ്ങൾ അവൻ ആഗ്രഹിക്കുന്നു സ്തുതിപ്പ് നടത്താൻ. പക്ഷെ അവന് ദൈവം തൻ്റെ പദ്ധതി പ്രകാരം ഗാനത്തിലൂടെയായിരിക്കും നയിക്കുന്നത്. ഒരുപക്ഷെ വചന ശുശ്രൂഷയുടെ ആയിരിക്കും അവിടുന്ന് നയിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ ഇളം പൈതലായി പ്രാർത്ഥനാ സമൂഹത്തിൽ വളർന്നു വരുന്ന ഓരോ മക്കളും താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കൃപ, ആ താലന്ത് എന്താണോ അത് ഇളം പാലായി കൊച്ചു മക്കളെ പോലെ ആ പാലിന് വേണ്ടി ദൈവത്തിൽ നിന്ന് ദാഹിച്ച്, ആ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച്, ആ കൃപാവരങ്ങളിലൂടെ പ്രാർത്ഥനാ സമൂഹം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പത്രോസ്ലീഹ വീണ്ടും 1 പത്രോസ് 2:9 വീണ്ടും എഴുതപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ: എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ തൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഓരോ മക്കളും അവിടുന്ന് ചെയ്തു തന്നിട്ടുള്ള ഓരോ നന്മകൾ പ്രകീർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പത്രോസ് നമ്മളുടെ ആഹ്വാനം ചെയ്യുന്നത്. പ്രാർത്ഥനാ സമൂഹങ്ങളിലുള്ള ഓരോ മക്കൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതും ചെയ്യേണ്ടിയിരിക്കുന്നതും. പൗലോസ് പറയുന്നുള്ള എബ്രായർക്ക് ലേഖനത്തിൽ ശിശുസഹജമായ പാൽ കുടിച്ച് ഇനി വളരാതെ അല്പം ഗർഭപദാർത്ഥം കൂടി നിങ്ങൾ കഴിക്കുവിൻ. ഗർഭപദാർത്ഥമാകുന്ന പ്രാർത്ഥനാ സമൂഹത്തിൽ എന്നും ആയിരിക്കുന്ന കൊച്ചു സമൂഹത്തിൽ നിന്ന് ദേവാലയത്തിലായിരിക്കുന്ന സിയോൻ കല്ല് ഒരു പ്രാർത്ഥനാ സമൂഹമായി സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിലെ ഒരു പ്രാർത്ഥനാ സമൂഹത്തിലുള്ള ഓരോ മക്കളും താങ്കൾക്ക് കിട്ടിയ കൃപ അനുസരിച്ച് ആ ശുശ്രൂഷയെ, ദേവാലയത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷയെ പ്രഘോഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥനാ സമൂഹത്തെ വിപുലീകരിച്ച് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒരു സമയം നിശ്ചയിച്ച്, ഒരു ദിവസം നിശ്ചയിച്ച് ആ സമയത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പൈതങ്ങളായി ഇരിക്കുന്ന, പാൽ കുടിച്ച് വളരുന്ന സമൂഹത്തിലിരിക്കുന്ന, പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന, പ്രാർത്ഥനാ സമൂഹത്തിലായിരിക്കുന്ന ഓരോ മക്കളും ശുശ്രൂഷ ചെയ്തുകൊണ്ട് പ്രഘോഷണത്തിലേക്ക് കടന്നു വന്ന് ഗർഭപദാർത്ഥത്തിലൂടെ അനേക മക്കളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ പത്രോസ്ലീഹ ആഹ്വാനം ചെയ്യുകയാണ് ഈ ലേഖനത്തിലൂടെ എന്നാണ് ഈ ഉള്ളവൻ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. ആയതിനാൽ ഓരോ പ്രാർത്ഥനാ സമൂഹത്തിൽ ഉള്ള ഓരോ മക്കൾക്കും ദൈവാനുഗ്രഹമായി ലഭിച്ചിരിക്കുന്ന പാൽ ആകുന്ന വിവിധ അനുഗ്രഹങ്ങൾ ഗർഭപദാർത്ഥമായി പ്രാർത്ഥനാ ശുശ്രൂഷയെ നയിക്കുവാൻ ശക്തരായി, അവിടുത്തെ പോരാളികളായി വചന ശുശ്രൂഷയിലൂടെ വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോ മക്കളും നിറയട്ടെ, ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹത്താൽ നിറയട്ടെ. ഓരോ മക്കളും ശക്തി പ്രാപിച്ച് ഗർഭപദാർത്ഥത്തിലൂടെ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ അനേക മക്കൾ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദേവാലയ ശുശ്രൂഷ വിപുലീകരിച്ച് അവർ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, നയിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനകളോടെ ഹല്ലേലൂയ.